ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഷുഗറൊന്നും ചേർക്കാതെ ഒരു പെർഫെക്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് എടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുക. റാഗിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ വെള്ളത്തിൽ കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം. അതേപോലെ തന്നെ വെള്ളം എടുക്കുമ്പോൾ പച്ചവെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചൂടുവെള്ളം എടുക്കരുത്. പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു മിക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഒപ്പം കൈവിടാതെ മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു മിക്സ് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു കുറുക്ക് മിക്സ് ഉണ്ടാക്കുമല്ലോ, റാഗിയുടെ കുറുക്ക് ഉണ്ടാക്കുന്ന അതേ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് വേണ്ടത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂട് ഒന്ന് താഴ്ന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിയെടുത്തെങ്കിലും ഒരു 1.5 ടേബിൾ സ്പൂണോളം ഈ ഒരു മിക്സ് ഒരു തിക്ക് ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 5 ഈത്തപ്പഴം ഹാഫാക്കിയിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിളാണ്, പിന്നെ ഒരു 1/4 ഗ്ലാസ് പാലും, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ. ഇത് ഓപ്ഷണലാണ്. പീനട്ട് ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ആപ്പിളിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബനാനയോ അല്ലെങ്കിൽ ചിക്കോ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.